ഓക്കെ, അപ്പോൾ ഇപ്പം സ്ലൈഡ് കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും? ഓക്കെ, സാർ. നമ്മളിന്ന് സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മളിന്ന് നോക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഓണത്തിന് മുമ്പ് തന്നെ കംപ്ലീറ്റ് ചെയ്തതാണ്. സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത് മെയിനായിട്ട് ഡിഫക്ട്സ് ആണ്. നമ്മൾ മെറ്റീരിയൽസിലുള്ള ഡിഫക്ട്സിനെ കുറിച്ചിട്ടാണ് സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അപ്പോൾ നമുക്കറിയാം നമ്മൾ ക്രിസ്റ്റൽസ് അല്ലേ, നമ്മൾ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആണ് മെറ്റീരിയൽസ്, ക്രിസ്റ്റൽസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൻ്റെ എന്താണ് സോൾഡിഫിക്കേഷൻ നോക്കിയതല്ലേ, അല്ലെങ്കിൽ ക്രിസ്റ്റലൈസേഷൻ നമ്മൾ നോക്കിയതാണ്. ഓക്കെ, എങ്ങനെയാണ് ക്രിസ്റ്റൽ ഫോം ചെയ്യുന്നത് അല്ലെ. ആദ്യം അതിൽ എംബ്രിയോസ് ഉണ്ടാവും, ന്യൂക്ലിയേഷൻസ് ഉണ്ടാവും, ഡെൻഡ്രൈറ്റിക് ഗ്രോത്ത് ഉണ്ടാവും, അതിന് ഫൈനൽ ക്രിസ്റ്റൽ ഗ്രെയിൻ ഫോർമേഷൻ ഉണ്ടാവും അല്ലെ. ഗ്രെയിൻ സൈസ് കൂടും, ഗ്രെയിൻ സൈസ് കുറവുണ്ടാവും, ഗ്രെയിൻ ബൗണ്ടറീസ് ഉണ്ടാവും. അപ്പൊ ഇതുപോലത്തെ ബേസിക് കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് കവർ ചെയ്തതാണ്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇംപെർഫെക്ഷൻസ് ആണ്, അല്ലെങ്കിൽ ഡിഫക്ട്സ് ഇൻ ക്രിസ്റ്റൽസ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ക്രിസ്റ്റൽസ് ജനറലി ഐഡിയൽ ക്രിസ്റ്റൽസ് ആൻഡ് റിയൽ ക്രിസ്റ്റൽസ്, two types of crystals നമുക്ക് വന്ന് പറയാം. There are ideal crystals and there are real crystals. അപ്പൊ നമ്മൾ സാധാരണ പഠിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് ഐഡിയൽ ക്രിസ്റ്റൽസ് ആണ് നമ്മൾ പറയുന്നത്. നമ്മളൊരു ക്രിസ്റ്റൽ ലാറ്റിസ് വരയ്ക്കുമ്പോൾ ആ ക്രിസ്റ്റൽ ഒരു ഐഡിയൽ ക്രിസ്റ്റലായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ത്രൂ ഔട്ട് 3 dimensional സെയിം പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ്, അങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കുമ്പോൾ. പക്ഷേ റിയൽ ക്രിസ്റ്റൽസ് അങ്ങനെയല്ല, അല്ലെങ്കിൽ ആക്ച്വൽ ക്രിസ്റ്റൽസ് ഇറ്റ് വിൽ ഷോ സം ഡീവിയേഷൻ ഫ്രം ഐഡിയാലിറ്റി. ആക്ച്വൽ ക്രിസ്റ്റൽസ് എപ്പോഴും ഐഡിയൽസ് അതിന്റെ ആക്ച്വൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല, അതിന് ഡീവിയേഷൻസ് ഉണ്ടാവാം. So these deviations are termed as defects or imperfections in crystals. Okay. So why this is important? Why these imperfections or defects are important in crystals? Why we need to study about these defects? അപ്പോൾ വെച്ചാൽ ഇപ്പോൾ മെറ്റീരിയൽസ് പറഞ്ഞാൽ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ടാവും അല്ലേ. ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ടാവും, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോമാഗ്നറ്റിക്, ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് മെറ്റീരിയൽസ്. സോ ഈ പ്രോപ്പർട്ടീസ്, അതായത് ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഡിഫക്ട്സ് വേണം, അല്ലെങ്കിൽ ഈ ഡിഫക്ട്സ് വെച്ച് നമുക്കിത് കൺട്രോൾ ചെയ്യാം. അല്ലെങ്കിൽ ഈ ഡിഫക്ട്സ് ഉണ്ടാകുമ്പോൾ ഈ മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും. അപ്പോൾ ഡിഫക്ട്സ് ആവശ്യമാണ് കുറച്ചൊക്കെ. ഓക്കെ, അങ്ങനെയുള്ള ഡിഫക്ട്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സ്ലൈഡ് നോക്കുക. ഫസ്റ്റ് കാണാം, in ideal crystal the atomic arrangement is perfectly regular and continuous throughout. Okay, but real crystals are never perfect. Lattice distortions and various imperfections, irregularity or defects are generally present in them. Okay, the study of imperfections has two purposes. First one is a better understanding of how they affect metal properties. Second one is minimizing or eliminating these defects. അപ്പോൾ ഡിഫക്ട്സ് കൂടുതലായാലും നമുക്ക് കൂടുതലാവാൻ വേണ്ടി പാടില്ല, പക്ഷെ കുറച്ച് ഡിഫക്ട്സിൽ നമുക്ക് ഫിസിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് വേരി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനെ കുറിച്ചുള്ള ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഏതെല്ലാം ഡിഫറെൻറ്റ് ഡിഫക്ട്സ് നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻസ്. അപ്പോൾ ജനറൽ ആയിട്ട് ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻസ് ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. നമുക്കതിനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അല്ലെങ്കിൽ അതിന്റെ ഡയമെൻഷൻ വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ നെയിം വെച്ച് തന്നെ നമ്മൾ പറയുന്നുണ്ട്. അതായത് പോയിന്റ് ഡിഫക്ട്സ് ഒരു ടൈപ്പ്, സെക്കൻഡ് വൺ ഇസ് ലൈൻ ഡിഫക്ട്സ്, പിന്നെ വരുന്നത് സർഫസ് ഡിഫക്ട്സ് ആൻഡ് വോളിയം ഡിഫക്ട്സ്. അപ്പോൾ നമുക്ക് ആ പേര് തന്നെ അറിയാം, പോയിന്റ് ഡിഫക്ട്സ് പറഞ്ഞാൽ അത് ഡയമെൻഷൻലെസ് ആണ്, അല്ലെങ്കിൽ 0 dimensional ഡിഫക്ട് നമ്മൾ പറയും. ലൈൻ ഡിഫക്ട് പറഞ്ഞാൽ അത് 1 dimension ആണ്, അപ്പോൾ 1 dimensional ഡിഫക്ട്സ് എന്ന് പറയാം. അതുപോലെ സർഫസ് എന്ന് പറയുമ്പോൾ 2 dimensional, അപ്പോൾ സർഫസ് ഡിഫക്ട്സ് ഓർ 2 dimensional ഡിഫക്ട്സ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് വോളിയം ഡിഫക്ട്സ്. അപ്പോൾ ഈ ഡിഫക്ട്സിനെ കുറിച്ച് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഈ ഡിഫക്ട്സ്, മെറ്റീരിയൽസിലെ ഡിഫക്ട്സ്? റിപ്ലൈ ചെയ്താൽ ചോദിക്കുമ്പോൾ റിപ്ലൈ ആണ് ആരെങ്കിലും. എനിക്ക് അറിയാലോ, ആരാ റിപ്ലൈ കാണാൻ വേണ്ടി പറ്റും? ഇല്ല. അപ്പോൾ ഇതിൽ നമുക്ക് സ്ലൈഡിൽ നമുക്ക് കാണാം പോയിന്റ് ഡിഫക്ട്സ് നോക്കിയാൽ ഇപ്പോൾ വേക്കൻസി ഡിഫക്ട് ഉണ്ട്, ഇൻഡസ്ട്രീഷ്യൽസി ഡിഫക്ട് ഉണ്ട്, ഇമ്പ്യൂരിറ്റി ഡിഫക്ട്സ് ഉണ്ട്, അതുപോലെ ഫംഗൽ ഡിഫക്ട്, ഷോർട്ട് ഡിഫക്ട്, അങ്ങനെ കുറെ ഡിഫക്ട്സ് കാണാം പോയിന്റ് ഡിഫക്ട്സ്.
ലൈൻ ഡിഫക്റ്റ് നോക്കിയാൽ അതിൽ ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ ലൈൻ ഡിഫക്റ്റ് നമ്മൾ അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻസ് എന്ന് പറയും. അതിൽ 2 ടൈപ്പ് കാണുന്നുണ്ട്. എഡ്ജ് ഡിസ്ലൊക്കേഷൻ ഉണ്ട്, സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ഉണ്ട്. അതുപോലെ സർഫസ് ഡിഫക്റ്റ് ഓൾറെഡി നമ്മൾ പഠിക്കുന്ന ഈ ഗ്രെയിൻ ബൗണ്ടറി ഒക്കെ സർഫസ് ഡിഫക്റ്റ് ആണ്. സർഫസ് ഡിഫക്റ്റിൽ വരുന്നതാണ്. ടിൽറ്റ് ബൗണ്ടറി, ട്വിൻ ബൗണ്ടറി, സ്റ്റാക്കിംഗ് ഫോൾട്ട്, അതെല്ലാം സർഫസ് ഡിഫക്റ്റിൽ വരും. വോളിയം ഡിഫക്റ്റ് വരുന്നതാണ് ഈ വോയിഡ്, ഇൻക്ലൂഷൻ, ക്രാക്സ്, അതുപോലത്തെ വോളിയം ഡിഫക്ട്സ് വരും. അപ്പോൾ 1 by 1 ആയി നമുക്ക് നോക്കാം. പോയിന്റ് ഡിഫക്ട്സ്. So point defects are imperfect point like regions in a crystal. അപ്പോൾ ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ് വേക്കൻസി. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ബ്രീഫായിട്ട് ഇവിടെ എഴുതി നിങ്ങൾ നോക്കാം. refers to a vacancy refers to a regular atomic site on the lattice from which an atom is missing. ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പോയിന്റ് ഡിഫക്ട്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് ഫിഗർ കാണിക്കുന്നത്, ഇപ്പോൾ കേഴ്സറിലെ ഫസ്റ്റ് ഫിഗർ കാണിക്കുന്നത് എന്താണ്? അത് റെഗുലർ ആയിട്ടുള്ള ഒരു ക്രിസ്റ്റലിലെ അറ്റോമിക് അറേഞ്ച്മെന്റ് ആണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, ലാറ്റിസ് അറേഞ്ച്മെന്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു ആറ്റം മിസ് ചെയ്യുമ്പോൾ അവിടുന്ന് ഒരു ആറ്റം മിസ്സായി, മിസ്സിംഗ് ഓഫ് എൻ ആറ്റം. ഓക്കെ, അപ്പോൾ ദർ മേ ബി സം വാക്കന്റ് സൈറ്റ്സ് ഇൻ എ ക്രിസ്റ്റൽ. അപ്പോൾ ചില ക്രിസ്റ്റൽസിലൊക്കെ ഇതുപോലെ വാക്കന്റ് സൈറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതാണ് താഴെ കാണിക്കുന്നത്. വാക്കൻസി ഡിഫക്റ്റ് ആണ് ഈ ഇപ്പോൾ കേഴ്സറിൽ ആ ഫിഗർ കാണിക്കുന്നത്. ഇപ്പോൾ ഒരു ആറ്റം മിസ്സായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതുപോലുള്ള ഇത്തരത്തിലുള്ള ഡിഫക്ട്സ് ആണ് വാക്കൻസി ഡിഫക്ട്സ്. Okay, എപ്പോഴും there must be certain fraction of vacant site in a crystal in equilibrium. Okay, equilibrium സ്റ്റേറ്റിൽ എന്തായാലും കുറച്ച് വേക്കന്റ് സൈറ്റ്സ് ഒരു ക്രിസ്റ്റലിൽ ഉണ്ടാവും. ഓക്കെ, അത് അതിന്റെ സോളിഡിഫിക്കേഷൻ ടൈമിൽ അല്ലെങ്കിൽ ക്രിസ്റ്റലൈസേഷൻ ടൈമിൽ ഉണ്ടാവുന്നതാണ് ഈ വേക്കൻസീസ്. അതുപോലെ തന്നെ വേറൊരു പോയിന്റ് ഡിഫക്റ്റ് ആണ് ഇൻഡസ്ട്രീഷ്യൽസി. ഇപ്പോൾ വേക്കൻസി പറയുന്നത് എന്താണ്? ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ റെഗുലർ അറേഞ്ച്മെന്റിലെ ആറ്റത്തിൽ ഒന്ന് മിസ് ആവുക, അല്ലെ, ഒരു വേക്കന്റ് സൈറ്റ് ഉണ്ടാവുക, അതിനെയാണ് വേക്കൻസി പറയുന്നത്. നേരെ മറിച്ച് ഇൻ ബിറ്റ്വീൻ ആയിട്ട് എവിടെയെങ്കിലും ഒരു സെൽഫ് ഇൻഡസ്ട്രീഷ്യൽ ഓർ ഇൻഡസ്ട്രീഷ്യൽസി ഡിഫക്ട്. ദിസ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് വേക്കൻസി ഇൻ വിച്ച് an atom squeezes into the space between normal lattice positions. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ലാറ്റിസ് പൊസിഷന്റെ ഇടയിൽ പുതിയൊരു ആറ്റം വന്ന് അവിടെ തങ്ങി നിൽക്കുക. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രീഷ്യൽസി ഡിഫക്ട് എന്ന് പറയുന്നത്. Okay, since such interstitial spaces are quite small, a self-interstitial produces much greater distortion of the surrounding lattice than does a vacancy. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം വേക്കൻസി ക്രിയേറ്റ് ചെയ്താൽ അവിടെ ഒരു വേക്കന്റ് സ്പേസ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ ഡിസ്റ്റോർഷൻസ് ഉണ്ടാവും, അല്ലെ, അവിടെ ആറ്റംസ് തമ്മിൽ അട്രാക്ഷൻ റിപ്പൾഷൻ കാരണം അതിലൊരു കംപ്രഷൻ ഉണ്ടാവും. പക്ഷെ ഇൻഡസ്ട്രീഷ്യൽസി വരുന്ന സമയത്ത് എന്താണ്, അത് ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് കുറവാണ്. അവിടെ ഒരു ആറ്റം വരുന്ന സമയത്ത് ഡിസ്റ്റോർഷൻസ് വേക്കൻസിനെക്കാളും കൂടുതലായിരിക്കും ഒരു ഇൻഡസ്ട്രീഷ്യൽസി ഡിഫക്റ്റിൽ ഉണ്ടാകുന്നത്. So correspondingly, the energy associated with the self-interstitial is much greater when compared to a vacancy type defect. And so അതുകൊണ്ട് തന്നെ എന്താണ്, the number of self-interstitials in an ordinary metal is negligibly small as compared to vacancies. So vacancies ആണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഓർഡിനറി മെറ്റൽസിന്റെ കേസ്. ഓക്കെ, അപ്പോൾ പോയിന്റ് ഡിഫക്ട്സിൽ ഒന്ന് വേക്കൻസി ഡിഫക്റ്റ് ആണ്, ഇൻഡസ്ട്രീഷ്യൽസി ഡിഫക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പ്യൂരിറ്റീസ് കാരണമുള്ള ഡിഫക്ട്സ് ആണ്. അതായത് ഫോറിൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മളെ ആറ്റംസിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ വരുന്നതിനാണ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. So there are 2 types of impurities. First one is a substitutional impurity and second one is an interstitial impurity. അപ്പോൾ നിങ്ങൾക്ക് താഴെയുള്ള ഫിഗറിൽ കാണാം, അതിൽ ബ്ലൂ കളറിൽ കാണിക്കുന്ന അതാണ് സബ്സ്റ്റിറ്റ്യൂഷണൽ ഇമ്പ്യൂരിറ്റി, റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളത് ഇൻഡസ്ട്രീഷ്യൽ ഇമ്പ്യൂരിറ്റി ആണ്. അതിന്റെ പേര് പറയുന്ന പോലെ തന്നെയാണ്. Substitutional impurity refers to a foreign atom that substitutes for or replaces a parent atom in the crystal at a regular site. So regular പൊസിഷനിലുള്ള ഒരു പാരന്റ് ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയൊരു ആറ്റം അവിടെ വന്ന് ചേരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷണൽ ഇമ്പ്യൂരിറ്റി പറയും. അപ്പോൾ അവിടെ വന്ന ആറ്റം ഒരു ഫോറിൻ പാർട്ടിക്കിൾ ആണ്, ഓൾറെഡി ഉള്ള ആറ്റം അല്ല, ഡിഫറെന്റ് ആറ്റമാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷണൽ ഇമ്പ്യൂരിറ്റി പറയുന്നത്. നേരെ മറിച്ച് ഇൻഡസ്ട്രീഷ്യൽ ഇമ്പ്യൂരിറ്റി ആണെങ്കിലോ, ഇത് സ്മോൾ സൈസ്ഡ് ആറ്റം occupying the void space between the parent atom on regular sites. ഇതും ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിൽ ഇതുപോലുള്ള ഇമ്പ്യൂരിറ്റീസ് വന്ന് നിൽക്കുക. അപ്പൊ അതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ പഠിച്ച ഇൻഡസ്ട്രീഷ്യൽസ് പറഞ്ഞാൽ എന്താണ്, ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിലേക്ക് സെയിം ആറ്റം വന്ന് നിൽക്കാം. പക്ഷെ ഇവിടെ ഒരു ഫോറിൻ പാർട്ടിക്കിൾ ആണ്, ഫോറിൻ ആറ്റം ആണ്, ഒരു ഇമ്പ്യൂരിറ്റി ആണ് വന്നിട്ട് ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിലേക്ക്. അപ്പോൾ അതിനെ ഇൻഡസ്ട്രീഷ്യൽസി ഇമ്പ്യൂരിറ്റി എന്ന് പറയും. ഇപ്പോൾ ഇമ്പ്യൂരിറ്റീസും ഒരു ടൈപ്പ് പോയിന്റ് ഡിഫക്ട്സ് ആണ്. ഓക്കെ,
പിന്നെ വരുന്ന ഒരു ടൈപ്പ് ഡിഫക്ട്സ് ആണ് ഫ്രങ്കൽ ഡിഫക്ട് ആൻഡ് ഷോർട്ട് കീ ഡിഫക്ട്. അപ്പൊ നമ്മൾ മെറ്റാലിക് ക്രിസ്റ്റൽസിന്റെ കേസ്, അയോണിക് ക്രിസ്റ്റൽസിന്റെ കേസിലാണ് നമ്മൾ ഫ്രങ്കൽ ഡിഫക്ട് അല്ലെങ്കിൽ ഷോർട്ട് കീ ഡിഫക്ട് വരുന്നത്. നമുക്കറിയാം അയോണിക് ക്രിസ്റ്റൽസിന്റെ കേസിൽ അവിടെ കാറ്റയോൺസും ആനയോൺസും ഒക്കെയാണ് ഉണ്ടാകുന്നത് അല്ലെ. നമുക്കറിയാം അയോണിക് സോളിഡ്സിന്റെ കേസിൽ കാറ്റയോൺ ആനയോൺ അറേഞ്ച്മെന്റ് ഈ രൂപത്തിലാണുള്ളത്. നമുക്കറിയാം ആനയോൺസ് പറഞ്ഞാൽ അതിന്റെ സൈസ് ബിഗർ സൈസ് ആയിരിക്കും, കാറ്റയോൺസിന്റെ സൈസ് സ്മോളർ സൈസ് ആയിരിക്കും. അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഒരു നെഗറ്റീവ് ചാർജ് വാലൻസ് ഇലക്ട്രോൺ അല്ലെങ്കിൽ വാലൻസി ഔട്ടർ ഓർബിറ്റിൽ നെഗറ്റീവ് ഇലക്ട്രോൺ എപ്പോഴും അതിന്റെ ടെൻഡൻസി എന്തായിരിക്കും, പുറത്തേക്ക് ചാടാനുള്ള ടെൻഡൻസി ആയിരിക്കും. വൺസ് അത് അടുത്ത ആറ്റത്തിലേക്ക് അത് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അയോൺ അല്ലെങ്കിൽ നെഗറ്റീവ് ആൻഡ് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും ഓൾറെഡി ആദ്യത്തെ അയോൺ അത് പോസിറ്റീവ് ചാർജ് ആകും, അത് അതിന്റെ സൈസ് കുറയും അല്ലെ. ഈ നെഗറ്റീവ് അയോൺ എവിടത്തേക്കാണ് ജമ്പ് ചെയ്തത്, ആ ആറ്റം. ഇപ്പൊ NaCl കേസിൽ Na പ്ലസും Cl മൈനസും Na എന്നുള്ള സോഡിയം അയോണിന്റെ സൈസ് ചെറുതായിരിക്കും, കാറ്റയോൺ ആണ്. ആനയോണിന്റെ സൈസ് ക്ലോറിന്റെ വലുതായിരിക്കും. അപ്പോൾ കാറ്റയോൺസ് എപ്പോഴും സ്മോൾ സൈസ് ആണ്. റെഡ് കളറിൽ കാണിക്കുന്നതൊക്കെ കാറ്റയോൺസ് ആണ്, ബിഗ് സൈസ് ഉള്ളത് ആനയോൺസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഫ്രങ്കൽ ഡിഫക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇൻ കേസ് ഓഫ് ഫ്രങ്കൽ ഡിഫക്ട് നമുക്കറിയാം this kind of defects are observed in ionic crystals. Okay, in an ionic crystal, even when defects are present, overall electrical neutrality is to be maintained. അപ്പോൾ എപ്പോഴും ഈ ഫ്രങ്കൽ ഡിഫക്ട് ഷോർട്ട് കീ ഡിഫക്ട് ഉണ്ടാകുന്നത് ഒരു പെയർ ആയിട്ട് മാത്രമേ അത് ഉണ്ടാവും. ഓക്കെ, അതായത് എ സിമ്പിൾ കാറ്റയോൺ ഓർ ആനയോൺ വേക്കൻസി ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് ദാറ്റ് വിൽ ലീഡ് ടു ചേഞ്ച് ഇൻ ഇംബാലൻസ് ഇൻ ദ ക്രിസ്റ്റൽ. അതുപോലെ തന്നെ എനർജി അസോസിയേറ്റ്, ഈ ക്രിസ്റ്റൽ അസോസിയേറ്റ് ചെയ്യുന്ന എനർജി മച്ച് ഹയർ ആയിരിക്കും. സോ ദേ ആർ നോട്ട് സീൻ. So they always exist in pairs. Okay, abo anions do not get generally displaced like cations, as the void space between the anion is too small as to accommodate them. അപ്പോൾ ആനിയോൺസിന്റെ സൈസ് കൂടുതലാണ്, അപ്പോൾ കാറ്റയോൺസ് ആണ് എപ്പോഴും ഇതുപോലെ ഷിഫ്റ്റ് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രങ്കൽ ഡിഫക്റ്റിൽ നോക്കിയാൽ നിങ്ങളിവിടെ നോക്കിയേ, അവിടെ ഉണ്ടാകുന്ന ഒരു കാറ്റയോൺ വേക്കൻസി വന്നു അല്ലെ. കാറ്റയോൺ വേക്കൻസി ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു കാറ്റയോൺ ഇൻഡസ്ട്രീഷ്യൽസി ഉണ്ടാവുന്നുണ്ട്. അതായത് എപ്പോഴും അതൊരു പെയർ ആയിട്ടേ ഉണ്ടാവും, എപ്പോഴും ഒരു വേക്കൻസി മാത്രമായിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രീഷ്യൽസി മാത്രമായിട്ടോ ഉണ്ടാവില്ല. അപ്പോൾ അവിടുന്ന് ഒരു കാറ്റയോൺ ഷിഫ്റ്റായി ആ കാറ്റയോൺ ഒരു ഇൻഡസ്ട്രീഷ്യൽ സൈഡിൽ പോയിട്ട് നിൽക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ അതൊരു പെയർ ആയിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫക്ട്സിനെയാണ് നമ്മൾ ഫ്രങ്കൽ ഡിഫക്ട് എന്ന് പറയുന്നത്. കാറ്റയോൺ വേക്കൻസി ആണ് കാറ്റയോൺ ഇൻഡസ്ട്രീഷ്യൽസി ഉണ്ടെങ്കിൽ അതിനെ ഫ്രങ്കൽ ഡിഫക്ട് എന്ന് പറയും. രണ്ടാമത്തെ ടൈപ്പ് ഡിഫക്റ്റ് ആണ് ഷോർട്ട് കീ ഡിഫക്ട്. അതിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്, എ പെയർ ഓഫ് കാറ്റയോൺ ആൻഡ് ആനിയോൺ ഇസ് മിസ്സിംഗ്. എ പെയർ ഓഫ് ബ്ലൂ കളറിൽ കാണിക്കുന്നതാണ് ഷോർട്ട് കീ ഡിഫക്ട്. എ പെയർ ഓഫ് കാറ്റയോൺ ആൻഡ് ആനിയോൺ ഇസ് മിസ്സിംഗ്. അപ്പൊ അതും ഒരു പെയർ ആയിട്ട് മാത്രമാണ് ഉണ്ടാവുന്നത് ആ ഡിഫക്ട്. അപ്പൊ ഇവിടെ ഒരു കാറ്റയോൺ മിസ്സിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ആനിയോൺ മിസ്സിംഗ് ആണ്. ഓക്കെ, ഷോർട്ട് കീ ഫ്രങ്കൽ ഡിഫക്റ്റിന്റെ കേസിൽ ഒരു കാറ്റയോൺ വേക്കൻസി ആൻഡ് കാറ്റയോൺ ഇൻഡസ്ട്രീഷ്യൽസി ഉണ്ടാവും. ഷോർട്ട് കീ ഡിഫക്റ്റിന്റെ കേസിൽ കാറ്റയോൺ ആൻഡ് ആനിയോൺ വേക്കൻസി ആണ് ഉണ്ടാവുന്നത്. പക്ഷെ ഫ്രങ്കലിന്റെ കേസിൽ ആനിയോൺ വേക്കൻസീസ് ഉണ്ടാവുന്നില്ല, കാരണം ആനിയോൺ സൈസ് കൂടുതലാണ്, അതിന്റെ ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിൽ പോകാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ കാറ്റയോൺ വേക്കൻസീസ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ നോക്കിയത് പോയിന്റ് ഡിഫക്ട്സ് ആണ്. അതിൽ വേക്കൻസി ഡിഫക്ട് ഉണ്ട്. ആദ്യം നോക്കിയത് വേക്കൻറ്റ് സ്പേസ് ക്രിയേറ്റ് ആണ് ഉണ്ടാകുന്നതാണ് വേക്കൻസി ഡിഫക്ട് പറയുന്നത്. ഇൻഡസ്ട്രീഷ്യൽസി അല്ലെങ്കിൽ സെൽഫ് ഇൻഡസ്ട്രീഷ്യൽ ഉണ്ടാകുന്നത് സെയിം ആറ്റം തന്നെ ഏതെങ്കിലും ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിൽ പോയിട്ട് തങ്ങി നിൽക്കുന്നതിനാണ് നമ്മൾ ഇൻഡസ്ട്രീഷ്യൽസി ഡിഫക്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ ഇമ്പ്യൂരിറ്റി ഉണ്ടാവുന്നത്, അതായത് ഫോറിൻ പാർട്ടിക്കിളിന്റെ ഇൻക്ലൂഷൻ കാരണം ഉണ്ടാകുന്ന ഡിഫക്ട്സ് ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇമ്പ്യൂരിറ്റി, രണ്ടാമത് ഇൻഡസ്ട്രീഷ്യൽ ഇമ്പ്യൂരിറ്റി. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആറ്റത്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫോറിൻ പാർട്ടിക്കിൾ അവിടെ അതിനെ റീപ്ലേസ് ചെയ്ത് വെക്കും. അതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇമ്പ്യൂരിറ്റി പറയുന്നത്. ഇൻഡസ്ട്രീഷ്യൽ മീൻസ് ഇൻഡസ്ട്രീഷ്യൽ സൈഡിൽ പോയിട്ട് ഒരു ഫോറിൻ പാർട്ടിക്കിൾ നിൽക്കുന്നതിനെയാണ് ഇൻഡസ്ട്രീഷ്യൽ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ നോക്കി ഫ്രങ്കൽ ഡിഫക്ട് ആൻഡ് ഷോർട്ട് കീ ഡിഫക്ട്. അയോണിക് മെറ്റീരിയൽസിന്റെ കേസിലാണ് ഫ്രങ്കൽ ഡിഫക്ട് ആൻഡ് ഷോർട്ട് കീ ഡിഫക്ട് ഉണ്ടാകുന്നത്. അത് നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പോൾ അതിൽ കാറ്റയോൺസ് ആനിയോൺസ് ഉണ്ടാകുമ്പോൾ തന്നെ കാറ്റയോൺസ് സൈസ് സ്മോളും ആനിയോൺസ് സൈസ് ലാർജും ആണ്. അതിൽ ഫ്രങ്കൽ ഡിഫക്റ്റിന്റെ കേസിൽ ഒരു കാറ്റയോൺ വേക്കൻസി കാറ്റയോൺ ഇൻഡസ്ട്രീഷ്യൽസി ഉണ്ടാവും, പെയർ ആയിട്ടാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഷോർട്ട് കീ ഡിഫക്റ്റിന്റെ കേസിൽ ഒരു കാറ്റയോൺ വേക്കൻസിയും ആനിയോൺ വേക്കൻസിയും ഉണ്ടാവും, അതും പെയർ ആയിട്ടാണ് ഉണ്ടാകുന്നത്. സിമ്പിൾ കാറ്റയോൺ ആനിയോൺ വേക്കൻസി ഇസ് നോട്ട് പോസിബിൾ. അടുത്ത് വരുന്നതാണ് ലൈൻ ഡിഫക്റ്റ്. ലൈൻ ഡിഫക്റ്റിൽ നമ്മൾ രണ്ടെണ്ണം നോക്കും, അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ എന്ന് പറയും. അതിന് രണ്ടെണ്ണം നമ്മളുണ്ട്. ഒന്ന്
എഡ്ജ് ഡിസ്ലൊക്കേഷനും രണ്ടാമത്തത് സ്ക്യൂ ഡിസ്ലൊക്കേഷൻ. എഡ്ജ് ഡിസ്ലൊക്കേഷനും സ്ക്യൂ ഡിസ്ലൊക്കേഷൻ. സോ വാട്ട് ഈസ് ലൈൻ ഡിഫക്ട്? ഓ, ലൈൻ ഡിഫക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വൺ ഡയമെൻഷണൽ ഡിഫക്റ്റ് ആണ്. അപ്പോൾ പോയിന്റ് ഡിഫക്ട്സ് 0 ഡയമെൻഷണൽ ഡിഫക്റ്റ് ആണ്. ലൈൻ ഡിഫക്ട് വൺ ഡയമെൻഷണൽ ഡിഫക്റ്റ്, നമുക്ക് സ്ട്രേറ്റ് ലൈൻ വൺ ഡയമെൻഷണൽ ഡിഫക്റ്റ് ആണ്. ലീനിയർ ഡിസ്റ്റർബൻസസ് ഓഫ് ദ അറ്റോമിക് അറേഞ്ച്മെന്റ് ആർ നോൺ ആസ് ഡിസ്ലൊക്കേഷൻസ്. ലീനിയർ ഡിസ്റ്റർബൻസ്, അറ്റോമിക് അറേഞ്ച്മെന്റിലെ ലീനിയർ ഡിസ്റ്റർബൻസിനെ നമ്മൾ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ലൈൻ ഡിഫക്ട് നമ്മൾ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ ഫിഗർ നോക്കിയാൽ അപ്പോൾ ഈ ഫസ്റ്റ് നമുക്ക് എഡ്ജ് ഡിസ്ലൊക്കേഷൻ നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ടെയ്ലർ റോവാൻ ഡിസ്ലൊക്കേഷൻ, അങ്ങനെ ഒരു നെയിം അതിനുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെന്റൻസ് മാത്രം നോക്കാം. അതിന്റെ an edge dislocation is formed by the presence of an extra partial plane in a crystal. ഓക്കെ, ഒരു എക്സ്ട്രാ പാർഷ്യൽ പ്ലെയിൻ ഒരു ക്രിസ്റ്റലിൽ വരുമ്പോഴാണ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ ഉണ്ടാവുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നിങ്ങളിപ്പോ ഫിഗറിൽ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളിപ്പോ സ്ലൈഡിൽ കാണുന്നത് ഒരു ക്രിസ്റ്റൽ, ഒരു 3 ഡയമെൻഷണൽ ക്രിസ്റ്റൽ സ്ട്രക്ചർ ആണ്. അതിന്റെ ഫ്രണ്ട് ഫേസ് മാത്രമാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഫ്രണ്ട് ഫേസ് മാത്രമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിൽ ക്രിസ്റ്റൽസ് ഒക്കെ നോക്കി റെഗുലർ പാറ്റേണിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആറ്റംസ് എല്ലാം റെഗുലർ പാറ്റേണിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് അത് 3 ഡയമെൻഷനിലാണ്. അപ്പൊ അങ്ങോട്ടേക്കും ഉണ്ട് അല്ലെ, അതായത് ഈ പേപ്പറിന്റെ അകത്തേക്കും അത് 3 ഡയമെൻഷനായിട്ട് പോകുന്നുണ്ട്. 3 ഡയമെൻഷനായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അപ്പൊ അതിന്റെ ഫ്രണ്ട് ഫേസ് മാത്രമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഓക്കെ, ഫ്രണ്ട് ഫേസിൽ ആറ്റംസ് എല്ലാം റെഗുലർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യുന്നത് വെച്ചാല് ഇതിന്റെ ഈ ഒരു പൊസിഷനിലേക്ക് ഈ ക്രോസ് ചെയ്ത് കാണിക്കുന്ന അത്രയും ആറ്റംസ് അവിടെ നിന്ന് മിസ്സായിട്ട് ചെയ്യും. അപ്പൊ അത് അതിന്റെ ക്രിസ്റ്റലൈസേഷനോ അതിന്റെ ഫോർമേഷനിലോ സോൾവിഷനോ എവിടെയോ അത്രയും ആറ്റംസ് മിസ്സായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇതുപോലെ ഉണ്ടാവും അല്ലെ, ആറ്റംസ് അത്രയും ഭാഗത്തിലെ ആറ്റംസ് മിസ്സായി. അപ്പൊ നോക്കിയേ, അതിന് തൊട്ട് മുകളിലെ ആ ഒരു പ്ലെയിൻ ഇല്ലേ, അതിങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്നുണ്ട് അല്ലെ, അതിന്റെ താഴേക്ക് വേറെ ആറ്റംസ് ഇല്ല. അപ്പൊ ഇതുപോലെ ആറ്റംസ് ഒരു പ്ലെയിനില്, ആ ഒരു പ്ലെയിനില്, അതായത് ഈ പേപ്പറിന്റെ അകത്തേക്കുള്ള അത്രയും ഒരു പ്ലെയിനില് അവിടെ നിന്ന് ഇപ്പൊ നമ്മൾ ഈ ഒരു മിസ്സായ ഭാഗത്ത് നിന്ന് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ അത്രയും ഭാഗത്തുള്ള ആറ്റംസ് മിസ്സിങ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഹാഫ് പ്ലെയിൻ മിസ്സായി ഈ ഒരു പ്ലെയിൻ. അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ട് ഫേസ് ആണെങ്കിലും ഇതൊരു പ്ലെയിൻ ആണ്, പക്ഷെ അങ്ങോട്ടേക്ക് ഇൻസൈഡിലേക്ക് ഒരുപാട് പ്ലെയിൻസ് ഉണ്ടല്ലേ. ഓരോ പ്ലെയിനിലും ആണ് ആറ്റംസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 1, 2, 3 നമുക്ക് പ്ലെയിൻ നമുക്ക് നെയിം ചെയ്യാം. അതിന് ഈ പർട്ടിക്കുലർ പ്ലെയിന്റെ ഹാഫ് പ്ലെയിൻ മിസ്സായി. അപ്പൊ അങ്ങനെ മിസ്സാകുമ്പോൾ എന്താ സംഭവിക്കാം നമുക്കറിയാം. ഇവിടെ നോക്കി ഇപ്പൊ കേഴ്സിൽ കാണിക്കുന്ന ഈ പൊസിഷനിൽ 2 ആറ്റംസ് ഇല്ലേ, ആ 2 ആറ്റംസ് തമ്മിൽ എന്താണ് എപ്പോഴും അത് ബോണ്ടിങ് ഉണ്ടല്ലേ. അപ്പൊ അവിടുത്തെ സ്പേസ് ഇപ്പൊ കൂടുതലാണ്. അപ്പൊ അത് നമ്മൾ തമ്മിൽ എന്താ അട്രാക്ട് ചെയ്തിട്ട് അടുത്തേക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ പൊസിഷൻ ഇതുപോലെ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ പൊസിഷനിലേക്കായിരിക്കും ഇപ്പോ ആറ്റംസിന്റെ അറേഞ്ച്മെന്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ ഇതൊരു ശരിക്കും ഇതൊരു ഡിഫക്റ്റ് ആണ് അല്ലെ. അപ്പൊ ഒരു ഡിഫക്റ്റീവ് ക്രിസ്റ്റലാണ് ഇപ്പൊ കാണിക്കുന്നത്. കാരണം അതിലൊരു ഡിസ്ലൊക്കേഷൻസ് അല്ലെങ്കിൽ അതിലൊരു ലൈൻ ഡിഫക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ മൊത്തം ക്രിസ്റ്റലിന്റെ അപ്പർ പാർട്ട് നോക്കി, അപ്പർ പാർട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് റെഗുലർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലേ. ഫോർ എക്സാമ്പിൾ നോക്കിയാൽ അപ്പൊ ഇവിടെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പൊ നോക്കിയാൽ 2 പേര് കൊടുത്തു. ഒന്ന് മിസ്സിംഗ് ഹാഫ് പ്ലെയിൻ, കാരണം ആ പ്ലെയിന്റെ താഴെയുള്ള ഭാഗം മിസ്സായി. പിന്നെ എക്സ്ട്രാ ഹാഫ് പ്ലെയിൻ എന്ന് പറയുന്നത്, എക്സ്ട്രാ ഹാഫ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഹാഫ് പ്ലെയിൻ അല്ല, തൽക്കാലം ഒരു പേര് കൊടുത്തു. ആ മിസ്സാവാത്ത ബാക്കിയിലെ പകുതി ഭാഗത്തെ നമ്മൾ എക്സ്ട്രാ ഹാഫ് പ്ലെയിൻ പറഞ്ഞു. അപ്പൊ നോക്കിയേ, ഫൈനലി നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ അപ്പർ പോർഷൻ, അതായത് ഇത് നോക്കി ഇപ്പൊ അപ്പർ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ, ആ എക്സ്ട്രാ ഹാഫ് പ്ലെയിൻ ഇല്ല അത്രയും പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ഒരു മിസ്അലൈൻമെന്റും ഇല്ല അല്ലെ. ആറ്റംസ് എല്ലാം റെഗുലർ ആയിട്ട് ആദ്യം കാണിച്ച അതുപോലെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അലൈൻമെന്റ് വ്യത്യാസം ഒന്നുമില്ല. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ താഴത്തെ ഭാഗം നോക്കിയാലോ, അവിടെയും ആറ്റംസ് റെഗുലർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെയും അലൈൻമെന്റ് വ്യത്യാസം ഒന്നുമില്ല അല്ലെ. നമുക്ക് മിസ്സായ ഹാഫ് പ്ലെയിൻ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ആറ്റംസ് എല്ലാം അതിന്റെ ഇന്റർസ്പേസിങ് കുറഞ്ഞു വന്നു അല്ലെ. കാരണം അത്രയും മിസ്സായ ഭാഗത്തേക്ക് ആറ്റംസ് അട്രാക്ട് ചെയ്ത് അടുത്തേക്ക് വന്നിട്ടുണ്ട് ബോണ്ടിങ്. അപ്പൊ ആ മിസ്സിംഗ് ഹാഫ് പ്ലെയിൻ നോക്കിയാൽ അവിടെ ഡിഫക്ട്, അവിടെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. റെഗുലർ ക്രിസ്റ്റൽ അറ്റോമിക് അറേഞ്ച്മെന്റ്സിന്റെ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ എപ്പോഴും പ്രശ്നമുള്ളത് ഏത് ഭാഗത്താണ്? ഈ മിഡിലായിട്ട് ഈ പൊസിഷനിലാണ് പ്രശ്നമുള്ളത് അല്ലെ. ഇത്രയും ഭാഗത്താണ് നമുക്ക് ഡിഫക്റ്റ് വന്നിട്ടുള്ളത്. ഇത്രയും ഭാഗത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കാണിക്കുന്ന ആ ഒരു പ്ലെയിൻ ഉണ്ടല്ലോ, ആ പ്ലെയിനിന്റെ അല്ലെങ്കിൽ ആ ഒരു ആറ്റോമിക് അറേഞ്ച്മെന്റ് ഏറ്റവും താഴെയുള്ള ഭാഗം അല്ലെ, ആ താഴത്തെ ആറ്റത്തിന്റെ താഴെയുള്ള അത്രയും ഭാഗത്താണ് അതിന്റെ ഡിഫക്റ്റ് ശരിക്കും വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ശരിക്കും നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതെങ്ങനെയാണുള്ളത്? ഇവിടെ കാണിക്കുന്ന ഈ ബ്ലൂ കളറിൽ കാണിക്കുന്ന ഈ ആറ്റംസിന്റെ പുറകിലും ഇതുപോലത്തെ ആറ്റംസ് ഉണ്ടാവും അല്ലെ. അതിന്റെ പുറകിലും ആറ്റംസ് ഉണ്ടാവും. കാരണം ഈ പേപ്പറിന്റെ അകത്തേക്ക് 3D ആയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്.
അപ്പൊ ഇതിന്റെ പുറകിലും എല്ലാ ആറ്റംസിന്റെയും താഴെ ഇതുപോലെയുള്ള ഡിഫക്റ്റ് വന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇതൊരു ലൈനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട് ഈ ഡിഫക്റ്റ്. അപ്പൊ ഡിഫക്റ്റ് ഉണ്ടായ പോയിന്റ് ഏതാണ്? ഈ ആറ്റത്തിന്റെ താഴെ ഭാഗത്ത് നോക്കിയിട്ടാണ് ഡിഫക്റ്റ് ഉണ്ടായത്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഇങ്ങനെ വരക്കാം അല്ലെ. ഡിസ്ലൊക്കേഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ 3D ആയിട്ട് നമ്മൾ കാണിക്കാൻ വേണ്ടി വരച്ചതാണ്. അങ്ങനെ വരച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഡോട്ടർ കാണിക്കുന്ന ഈ ബ്ലൂ ലൈൻ അതിനെ 3D ആയിട്ട് കാണാം. അപ്പൊ ഇവിടെ റെപ്രസെന്റ് ഇത്രയും ഭാഗത്താണ് ഡിഫക്റ്റ് ഉണ്ടായത്. പക്ഷെ ഡിഫക്റ്റ് ഉണ്ടായത് ഈ ഒരൊറ്റ ഈ ഒരു ആ പ്ലെയിനിലാണ്. ആ പ്ലെയിനാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് ഈ ബ്ലൂ കളർ കൊണ്ട്. ആ പ്ലെയിന്റെ അടിയിലെ ഈ ഒരു ലൈനിലാണ് ഡിഫക്റ്റ് ഉണ്ടായിട്ടില്ല അല്ലെ. അതിന്റെ താഴേക്കുള്ള ആറ്റംസ് ഇല്ല, മിസ്സിംഗ് ആണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ഡിസ്ലൊക്കേഷൻ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓൺലി ദ ബോട്ടം എഡ്ജ് ഓഫ് ദ ഹാഫ് പ്ലെയിൻ ഇസ് ഡിഫക്റ്റ്, നോട്ട് ദ എൻറ്റയർ ഹാഫ് പ്ലെയിൻ. ഇപ്പൊ എൻറ്റയർ ഹാഫ് പ്ലെയിൻ ഡിഫക്റ്റീവ് അല്ല, ഓൺലി ദ ബോട്ടം എഡ്ജ് ഓഫ് ദ ഹാഫ് പ്ലെയിൻ ഇസ് ഡിഫക്റ്റീവ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡിസ്ലൊക്കേഷൻ, ഈ ഒരു ടൈപ്പ് ഡിഫക്റ്റ്, ഈ ഒരു ഡിസ്ലൊക്കേഷൻ നമ്മൾ എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. ആ ഒരു എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡിഫക്റ്റ്. അപ്പൊ നമ്മൾ ഓൾറെഡി സ്ലിപ്പ് നോക്കിയാൽ നമുക്കറിയാം ആറ്റംസ് ലെയർ ബൈ ലെയർ ആയിട്ടാണുള്ളത്. ഒരു ലെയർ സ്ലിപ്പ് ചെയ്ത് പോവാം അല്ലെ, ആറ്റംസ് നമ്മൾ ഓൾറെഡി നോക്കിയാണ്. അപ്പൊ സ്ലിപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സെയിം എഡ്ജ് ഡിസ്ലൊക്കേഷനാണ്. നമ്മൾ സ്ലിപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പൊ കാണിക്കുന്നത് നേരത്തെ കാണിച്ച സെയിം പ്ലെയിൻ ആണ്. ആറ്റംസ് നേരത്തെ അറേഞ്ച് ചെയ്ത് സെയിം പ്ലെയിൻ ആണ് കാണിക്കുന്നത്. ഒരു 1 പ്ലെയിൻ, 2 പ്ലെയിൻ, 3 എന്താണ് 9 പ്ലെയിൻസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നോക്കി, അപ്പൊ അതിൽ ആറ്റംസ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും അല്ലെ. ഇതിലൂടെ ബ്ലാക്ക് ആറ്റംസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മളൊരു കട്ട് ചെയ്യാണ്. നമ്മൾ നോക്കിയേ, ഈ ഇവിടെയിലെ 1, 2, 3, 4 ഈ 4th and 5th ആറ്റത്തിന്റെ ഇടയിൽ നമ്മളൊരു കട്ട് ചെയ്യാണ്. അത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നത് ഈ ഒരു പ്ലെയിൻ, ഈ കട്ടിങ് പ്ലെയിൻ ആണ് ഇതിൽ കാണിക്കുന്നത്. അത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്യാണെന്ന് വിചാരിക്കാം. ഏത് 4th ആറ്റം വരെയുള്ള പ്ലെയിൻ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. 1, 2, 3, 4 അത്രയും ആറ്റത്തിന്റെ ഇടയിൽ, ഈ 2 ആറ്റത്തിന്റെ ഇടയിൽ ആ ഒരു ബോണ്ടിങ് നമ്മൾ കട്ട് ചെയ്തു. കട്ട് ചെയ്തിട്ട് എന്ത് സംഭവിച്ചു? കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ഒരു ഷിയർ ഫോഴ്സ് നമ്മൾ മുകളിൽ കൊടുത്തു. ഓക്കെ, അല്ലെങ്കിൽ അവിടെ ഒരു സ്ലിപ്പ് ഉണ്ടായി. സ്ലിപ്പ് ഉണ്ടാകുമ്പോൾ എന്തായി? മുകളിലെ പ്ലെയിൻ അല്ലെ, അതിന്റെ ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത പ്ലെയിന്റെ മുകൾ ഭാഗം എന്തായി? ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ അത് മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അല്ലെ. 1 എന്നുള്ളതിന് മുകളിലത്തെ ഹാഫ് പ്ലെയിന്റെ 1 മൂവ് ചെയ്തു, ശരിയല്ലേ? പുഷിംഗ് ദ അപ്പർ ഹാഫ് ഓഫ് ദ പ്ലെയിൻ വിത്ത് റെസ്പെക്ട് ടു ലോവർ ഹാഫ്. പക്ഷെ അത് കംപ്ലീറ്റ് പുഷ് ആവില്ല, കാരണം നമ്മൾ പകുതി 4th പ്ലെയിൻ വരെ മാത്രമേ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ള നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ അതിനെയാണ് നമ്മൾ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അപ്പൊ പുഷ് ചെയ്യുമ്പോൾ നോക്കി എത്ര ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്തത്. ആദ്യം ഈ ഫസ്റ്റ് ഹാഫ് പ്ലെയിനും ഈ താഴെയിലെ ഹാഫ് പ്ലെയിനും സെയിം ലൈനിലാണ് ഉണ്ടായത് അല്ലെ. അതിനുശേഷം നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ പുഷ് ചെയ്തു. അപ്പൊ നോക്കിയാൽ ഡെൽറ്റ മൂവ്മെന്റ് ആണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഡെൽറ്റ ഡിസ്റ്റൻസ് തമ്മിൽ. അപ്പൊ നോക്കി അതിപ്പോ കംപ്ലീറ്റ് ആയിട്ട് 1 ഇന്റർഅറ്റോമിക് സ്പേസിങ്, അതായത് 1 അറ്റോമിക് സ്പേസിംഗിന്റെ അത്രയും മൂവ് ചെയ്തു. അപ്പൊ ഇപ്പൊ നോക്കിയാൽ നമ്മള് ആദ്യം ഇവിടെ കാണിക്കുന്ന ഇപ്പൊ ഈ ഡോട്ടഡ് ലൈൻ ഇല്ലേ, അവിടെ ആയിരുന്നു ശരിക്കും ഇതിന്റെ മുകളിലുള്ള ഈ ഫസ്റ്റ് പ്ലെയിൻ ഉണ്ടായതല്ലേ. 1 പ്ലെയിൻ ഉണ്ടായത് ഇവിടെയായിരുന്നു. പക്ഷെ അതിനെ നമ്മൾ അത് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ എവിടേക്ക് പോയി? അത് ജോയിൻ ചെയ്തിപ്പോ താഴെയിലെ 2 പ്ലെയിനുമായിട്ടാണ് ഫസ്റ്റ് പ്ലെയിൻ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തൊട്ടപ്പുറത്തിലെ 2 പ്ലെയിൻ 3 ജോയിൻ ചെയ്തു, 3 പ്ലെയിൻ 4 ജോയിൻ ചെയ്തു. 4 പ്ലെയിനോ? 4 പ്ലെയിൻ ആരുമായിട്ട് ജോയിൻ ചെയ്തില്ല, അത് അവിടെ ഹാങ് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ. 4 പ്ലെയിൻ അവിടെ ഹാങ് ചെയ്ത് നിൽക്കുന്നുണ്ട്. 5 പ്ലെയിനോ അത് 5 ആയിട്ട് തന്നെയുണ്ട്, 6 ആയിട്ട് തന്നെയുണ്ട്. കാരണം നമ്മൾ 4 വരെ മാത്രമാണ് കട്ട് ചെയ്തത്. അപ്പോ 1 ആദ്യത്തെ പൊസിഷൻ ഇപ്പൊ ഗേഴ്സറിലെ ഈ ആദ്യം 1 ഉണ്ടായ പൊസിഷൻ അത് കംപ്ലീറ്റ് ആയിട്ട് ഈ കട്ട് ചെയ്തതിന്റെ മുകളിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തു അല്ലെ. അപ്പർ ഹാഫ് ഓഫ് ദ പ്ലെയിൻ എവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു? ഈ കട്ടിംഗ് പ്ലെയിന്റെ മുകളിൽ അത്രയും പ്ലെയിൻ ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മിസ്സിംഗ്, അപ്പൊ അത് അതായത് അവിടെ ഈ 4 കാണിക്കുന്നത് ഒരു മിസ്സിംഗ് പ്ലെയിൻ ആണ് അല്ല, സോറി, അത് ഒരു ഹാങ്ങിങ് പ്ലെയിൻ ആണ് അല്ലെ. അപ്പൊ അത് അതിന്റെ പുറകിലുള്ള ആറ്റംസ് ഒക്കെ അതുപോലെ തന്നെയാണ്. അവിടെ അതിന്റെ ബോർഡർ, അതിന്റെ അടിഭാഗത്ത്, അതിന്റെ അടിയിൽ എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. അതിനാണ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. അത് ഇപ്പൊ നിങ്ങളത് ആ കട്ടിംഗ് പ്ലെയിൻ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം റെഡ് കളറിലെ കട്ടിംഗ് പ്ലെയിൻ നമ്മൾ കാണിച്ചു. അല്ലെങ്കിൽ ആ സ്ലിപ്പ് ഉണ്ടാകുന്ന പ്ലെയിൻ, സ്ലിപ്പാണല്ലോ ഇപ്പൊ ഉണ്ടായത്, അത് സ്ലിപ്പ് ചെയ്ത് പോയതാണ്, മുകളിലെ ഭാഗം സ്ലിപ്പ് ചെയ്ത് പോയതാണ്. അപ്പൊ നമ്മൾ അതിനൊരു റെഡ് കളറിൽ കാണിക്കുന്ന പ്ലെയിൻ ആണ് നമ്മളെ സ്ലിപ്പ് പ്ലെയിൻ. അതായത് നമ്മളെ സ്ലിപ്പ് ഉണ്ടായത് ഏതാണ്? ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മാത്രമേ സ്ലിപ്പ് ഉണ്ടായിട്ടുള്ളൂ അല്ലെ, ശരിയല്ലേ? റൈറ്റ് ഹാൻഡ് സൈഡിൽ സ്ലിപ്പ് ഉണ്ടായിട്ടില്ല. അപ്പൊ
സ്ലിപ്പിംഗ് ഡയറക്ഷൻ ആണ് ഇപ്പോൾ റെഡ് ആറോ മാർക്ക് കൊണ്ട് കാണിക്കുന്നത്. സ്ലിപ്പ് ചെയ്ത ഡയറക്ഷൻ ആണ് കാണിക്കുന്നത്. ആൻഡ് അപ്പോൾ ആ ആറോ മാർക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? സ്ലിപ്പിന്റെ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ. അത്ര അതിന്റെ മാഗ്നിറ്റ്യൂഡ് ചെയ്യുന്നത് 1 അറ്റോമിക് സ്പേസിംഗ് മാത്രമേ മൂവ് ചെയ്തിട്ടുള്ളൂ അല്ലെ. ഡയറക്ഷനോ ആറോ മാർക്ക് കാണിക്കുന്ന ഡയറക്ഷൻ. അപ്പോൾ സ്ലിപ്പിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനാണ് ഇപ്പൊ കാണിക്കുന്ന ആ വെക്ടർ കാണിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സ്ലിപ്പ് ചെയ്തത് ലെഫ്റ്റ് ഹാൻഡ് ഭാഗമാണ്, അത് സ്ലിപ്പ് പ്ലെയിൻ ആണ്. എഡ്ജ് ഡിസ്ലോക്കേഷൻ എന്ന് പറയുന്ന ആ ലൈൻ എന്താണ്? ഇറ്റ് ഈസ് ദ ബൗണ്ടറി ബിറ്റ്വീൻ സ്ലിപ്പ് ആൻഡ് നോ സ്ലിപ്പ് റീജിയൻസ് ഓൺ ദ സ്ലിപ്പ് പ്ലെയിൻ. അപ്പൊ സ്ലിപ്പ് പ്ലെയിൻ എന്ന് പറയുന്നത് ഈ റെഡ് കളറിൽ കാണിക്കുന്ന ഈ പ്ലെയിൻ ആണ് സ്ലിപ്പ് പ്ലെയിൻ. പക്ഷെ ആ റെഡ് കളറിൽ കാണിക്കുന്ന ആ സ്ലിപ്പ് പ്ലെയിന്റെ എല്ലാ ഭാഗവും സ്ലിപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ആ ഡിസ്ലൊക്കേഷന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗം മാത്രമേ സ്ലിപ്പ് ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ സ്ലിപ്പ് ചെയ്തിട്ടാണ് അവിടെ ഒരു എഡ്ജ് ഡിസ്ലൊക്കേഷൻ ഉണ്ടായത് അല്ലെ. ആ എഡ്ജ് ഡിസ്ലൊക്കേഷൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ സ്ലിപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ എഡ്ജ് ഡിസ്ലൊക്കേഷൻ ഈസ് എ ബൗണ്ടറി ബിറ്റ്വീൻ സ്ലിപ്പ് ആൻഡ് നോ സ്ലിപ്പ് റീജിയൻസ് ഓൺ ദ സ്ലിപ്പ് പ്ലെയിൻ. ഓക്കെ. അപ്പൊ നമുക്ക് സ്ലിപ്പ് പ്ലെയിൻ മാത്രമായിട്ട് വരച്ചാൽ, ഇവിടെ കാണിക്കുന്ന ഈ റെഡ് കളറിൽ സ്ലിപ്പ് പ്ലെയിൻ മാത്രമായിട്ട് വരച്ചാൽ നമുക്ക് ഇങ്ങനെ വരക്കാം. ഇവിടെ കാണിക്കുന്ന മിഡിലിൽ ഈ ലൈൻ ഉണ്ടല്ലോ, ആ ലൈനാണ് ഡിസ്ലൊക്കേഷൻ ലൈൻ. ഡിസ്ലൊക്കേഷൻ ലൈനിന്റെ ലെഫ്റ്റ് സൈഡിൽ സ്ലിപ്പ് ചെയ്ത ആ പ്ലെയിൻ ആണ്. അപ്പൊ അതിനെ സ്ലിപ്പ് പ്ലെയിൻ എന്ന് പറയും. റൈറ്റ് സൈഡിൽ നോ സ്ലിപ്പ് പ്ലെയിൻ ആണ്. ഓക്കെ. അപ്പൊ സ്ലിപ്പ് ചെയ്തതിന്റെ എങ്ങനെയാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞു അല്ലെ. എത്രയാണ് സ്ലിപ്പ് ചെയ്തതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ് നമ്മൾ നേരത്തെ വരച്ചു അല്ലെ. മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വെക്ടർ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സ്ലൈഡിൽ. അപ്പോൾ അതിനെയാണ് നമ്മൾ ബി എന്നുള്ള നൊട്ടേഷൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ബെർജർ വെക്ടർ, ബെർജേഴ്സ് വെക്ടർ എന്ന് പറയുന്നത്. BURGR, ബെർജേഴ്സ് വെക്ടർ. So Burgess vector represents the magnitude and direction of the slip. Okay. A dislocation line is a boundary between slip and no slip regions on a slip plane. അതുപോലെ തന്നെ ഇവിടെ ടി ക്യാപ് കാണിക്കുന്നുണ്ട് അല്ലെ. ഒരു യൂണിറ്റ് വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ആ ടി ക്യാപ്. അതൊരു വെക്ടറാണ്. ടി എന്ന് കാണിക്കുന്ന അതെന്താണ് ശരിക്കും? ഇറ്റ് ഈസ് എ ടാൻജന്റ് വെക്ടർ ഓർ ഇറ്റ് ഈസ് എ ലൈൻ വെക്ടർ. ഇറ്റ് ഈസ് എ യൂണിറ്റ് വെക്ടർ. That unit vector is parallel or tangent to the dislocation line. ഡിസ്ലൊക്കേഷൻ ലൈനിൽ പാരലൽ ആയിട്ടോ അല്ലെങ്കിൽ അതിന്റെ ടാൻജന്റ് ആയിട്ടോ ഉള്ള ഒരു വെക്ടറിനെയാണ് നമ്മൾ ടാൻജന്റ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ എഡ്ജ് ഡിസ്ലൊക്കേഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ ഈ ലൈൻ ഡിഫക്ട് വരുന്ന സമയത്ത് നമുക്ക് രണ്ട് വെക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ടാൻജന്റ് വെക്ടർ, രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ ബർജേഴ്സ് വെക്ടർ. സോ ബർജേഴ്സ് വെക്ടർ represents the magnitude and direction of the slip, and tangent vector it is the unit vector which is parallel or tangent to the dislocation line. ഓക്കെ. ഇപ്പോ ബർജർ വെക്ടർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ബർജർ വെക്ടറിനെ നമുക്കൊരു ബർജർ സർക്യൂട്ട് ആയിട്ടും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇപ്പോ ഈ ഫിഗറിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ബർജർ സർക്യൂട്ട് ആയിട്ട് പറയുന്നതാണ്. ഇപ്പൊ നോക്കിയാൽ ഡിസ്ലൊക്കേഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ വെക്ടർ നോൺ ആസ് ബർജേഴ്സ് വെക്ടർ. ബർജേഴ്സ് വെക്ടർ നിങ്ങളോട് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. വാട്ട് ഇസ് ബർജേഴ്സ് വെക്ടർ എന്ന് ചോദിക്കാം. An atom by atomic circuit is drawn around the dislocation line, Burgers circuit, and the vector needed to close the circuit is known as Burgers vector. അപ്പോൾ നമുക്ക് നോക്കി ഇവിടുത്തെ ഫിഗറിൽ കാണിച്ചാൽ നമുക്ക് ഇവിടെ നോക്കി ഓരോ ഓർഡിനറി റെഗുലർ ക്രിസ്റ്റൽ കാണിച്ചിട്ടുണ്ടല്ലോ. ആറ്റംസ് ഒക്കെ റെഗുലർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഡിഫക്റ്റ് ഒന്നുമില്ല. അതിൽ നോക്കിയ ബർജർ സർക്യൂട്ട് കാണിക്കുന്നുണ്ടല്ലേ. ബർജർ സർക്യൂട്ട് അത് കൃത്യമായിട്ട് ഒരു പോയിന്റ് ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കേഴ്സർ കാണിക്കുന്ന പോയിന്റ് തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ അതിന് ക്ലോക്ക് വൈസ് വന്നു കഴിഞ്ഞാൽ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് വന്നിട്ട് തിരിച്ച് പഴയ സ്ഥലത്തേക്ക് തന്നെ പോയി ടച്ച് ചെയ്തു അല്ലെ. നേരെ മറിച്ച് നോക്കിയാൽ എഡ്ജ് ഡിസ്ലൊക്കേഷൻ സംഭവിച്ചതിൽ നമ്മൾ ബർജർ വെക്ടർ വരച്ചു കഴിഞ്ഞാലോ, ഇപ്പൊ നോക്കിയാൽ ഈ ഒരു പോയിന്റ്, ഈ ഏറോ മാർക്ക് ഹെഡില്ല പോയിന്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചു വരുന്നത് എവിടെയായിരിക്കും? തിരിച്ചു വരുന്നത് അതിന്റെ തൊട്ടപ്പുറത്തെ ക്രിസ്റ്റലിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ബി എന്ന് കാണിക്കുന്ന അത്രയും വെക്ടർ ഡിഫറൻസ് ആണ്. ഓക്കെ. സോ ബർജർ വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ വെക്ടർ നീഡഡ് ടു ക്ലോസ് ദ സർക്യൂട്ട്. അപ്പോൾ ഈ ശരിക്കും സർക്യൂട്ട് ക്ലോസ് ചെയ്യുന്നത് ഇത്രയും ഭാഗമാണ്. ഇപ്പോൾ കേഴ്സർ കാണിക്കുന്ന അത്രയും ഭാഗമാണ് അത് ക്ലോസ് ചെയ്യുന്നത് ബി എന്നുള്ള വെക്ടർ. സോ ഇറ്റ് ഈസ് ദി, അങ്ങനെ നമുക്ക് പറയാം, ഇറ്റ് ഈസ് ദി, ഒന്നെങ്കിൽ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദി ബർജർ വെക്ടർ റെപ്രസെന്റ്സ് ദി, ഇറ്റ്സ് എ വെക്ടർ വിച്ച് റെപ്രസെന്റ്സ് ദി മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ സ്ലിപ്പ്. And also it is a vector needed to close the circuit, close the circuit and close the Burgers circuit around the dislocation line. Okay, അങ്ങനെയും പറയാം. അപ്പോൾ നമ്മളിപ്പോ നോക്കിയത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് എന്തെല്ലാം? നമ്മൾ നോക്കി ഡിഫക്ട്സ് ആണ് നോക്കിയത്. ഡിഫക്ട്സിൽ
ക്ലാസിഫിക്കേഷൻ നോക്കി ഡിഫക്ട്സ് ഞാൻ പറഞ്ഞു നമുക്ക് പ്യുവർ ആയിട്ടുള്ള അതായത് ഐഡിയൽ ക്രിസ്റ്റൽസിന്റെ പോലെ ആയിരിക്കില്ല റിയൽ ക്രിസ്റ്റൽസ്. ഐഡിയൽ ക്രിസ്റ്റൽസിൽ അത് പെർഫെക്റ്റ് ക്രിസ്റ്റൽസ് ആയിരിക്കും ഐഡിയൽ ക്രിസ്റ്റൽസ്. പക്ഷെ റിയൽ ക്രിസ്റ്റൽസിലോ ഡിഫക്ട്സ് ഉണ്ടാവും, ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും അല്ലെ. അപ്പോൾ ഐഡിയാലിറ്റിന്ന് ഡീവിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ കുറെ ടൈപ്സ് ഡിഫക്ട്സ് ഉണ്ട്. ഡിഫക്ട്സിനെ കുറിച്ച് നമ്മൾ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് പറയാൻ കാരണം വെച്ചാൽ അതിന്റെ ഡിഫക്ട്സ് ഇറ്റ് വിൽ കൺട്രോൾ ദ ഫിസിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്. സോ the study of these defects or imperfections are important. Classification of crystals പറഞ്ഞാൽ these are the classifications സ്ലൈഡിൽ കാണുന്നത്. ക്ലാസിഫിക്കേഷൻ പോയിന്റ് ഡിഫക്ട്സ് അല്ലെങ്കിൽ സീറോ ഡയമെൻഷൻ ഡിഫക്ട്, ലൈൻ ഡിഫക്ട് ഓർ വൺ ഡയമെൻഷൻ ഡിഫക്ട്, സർഫസ് ഡിഫക്ട് ഓർ ടു ഡയമെൻഷൻ ഡിഫക്ട് ആൻഡ് വോളിയം ഡിഫക്ട് അല്ലെ. അപ്പോൾ നമ്മളിപ്പോൾ ലൈൻ ഡിഫക്റ്റിലെ എഡ്ജ് ഡിസ്ലൊക്കേഷൻ നോക്കി. ഇനി അതിൽ എന്തുണ്ട്? സ്ക്രൂ ഡിസ്ലൊക്കേഷൻ കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ എഡ്ജ് ഡിസ്ലൊക്കേഷനിൽ നമ്മൾ സ്ലിപ്പിന്റെ ടേംസിൽ നമ്മൾ നോക്കി. അപ്പോൾ നമ്മൾ അതിലൊരു പുതിയ വെക്ടർ നമ്മൾ പഠിച്ചാൽ വെർജിയസ് വെക്ടർ ഉണ്ട്. സ്ലിപ്പിന്റെ മാക്സിമം ഡയറക്ഷൻ തരുന്ന വെർജിയസ് വെക്ടർ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ അപ്പോൾ ഇനി എഡ്ജ് ഡിസ്ലൊക്കേഷൻ മാത്രമല്ല, ഇനിയും ഒരു ഡിസ്ലൊക്കേഷൻ ഉണ്ടല്ലേ, സ്ക്രൂ ഡിസ്ലൊക്കേഷൻ കൂടിയുണ്ട്. അത് കൂടാണ്ട് ഒരു മിക്സ്ഡ് ഡിസ്ലൊക്കേഷൻ കൂടിയുണ്ട്. അത് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ സ്ലൈഡിൽ അത് കൊടുത്തിട്ടുണ്ടായില്ല. എഡ്ജ് ഡിസ്ലൊക്കേഷൻ പോലെ തന്നെ വേറെ ഒന്നാണ് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ. ഇത് കൂടാണ്ട് മിക്സഡ് ഡിസ്ലൊക്കേഷൻ. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ദിസ് വെക്ടേഴ്സ്, അതായത് ഇൻ ടേംസ് ഓഫ് ദിസ് ടാൻജന്റ് വെക്ടർ ആൻഡ് വെർജിയസ് വെക്ടർ നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമുക്കറിയാം ഇപ്പൊ എഡ്ജ് ഡിസ്ലൊക്കേഷന്റെ കേസിൽ എങ്ങനെയായിരുന്നു വെക്ടർ നോക്കിയേ. ബി എന്നുള്ള വെക്ടർ എന്താണ് കാണിക്കുന്നത്? ബർജർ വെക്ടർ ആണ് അല്ലെ. ബർജർ വെക്ടർ എങ്ങനെയാണെന്ന് നമുക്കറിയാം, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് അല്ലെ. ടി എന്നുള്ള വെക്ടറോ ഡിസ്ലൊക്കേഷൻ ലൈനാണ്, അത് പേപ്പറിന്റെ അകത്തേക്കാണ് പോകുന്നത്. ഈ ഫിഗറിൽ നമുക്ക് ഇതിനെ തൊട്ട് മുന്നത്തെ ഫിഗറിൽ നമ്മൾ കണ്ടു ടി ഡിസ്ലൊക്കേഷൻ ആണ്, അത് പേപ്പറിന്റെ അകത്തേക്കാണ് പോകുന്നത്. പക്ഷെ ബർജർ വെക്ടർ സ്ലിപ്പിന്റെ ഡയറക്ഷൻ ആണ്. അപ്പൊ ഇവിടെ അത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്, ശരിയല്ലേ. ഇവിടെ രണ്ടും പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്, ശരിയാണ്. അതിന് നമ്മൾ എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയും. ബി എന്നുള്ള വെക്ടർ പാരലൽ ആയാൽ അത് സ്ക്യൂ ഡിസ്ലൊക്കേഷനും, ഇത് നെയ്തർ പാരലൽ നോർ പെർപെൻഡിക്കുലർ ആയാൽ അത് മിക്സ്ഡ് ഡിസ്ലൊക്കേഷനും ആയിരിക്കും. ഓക്കെ, അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോ രണ്ടാമത്തെ സ്ക്യൂ ഡിസ്ലൊക്കേഷൻ നമുക്ക് നോക്കാം. സ്ക്യൂ ഡിസ്ലൊക്കേഷൻ ക്യാൻ ബി thought of as a distributed region formed by a shear stress applied on the crystal such that a portion of the crystal is shifted related to the other. അപ്പോൾ നമുക്കതിന്റെ ഫിഗർ വെച്ച് നോക്കാം. അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. നമുക്കറിയാം റെഗുലർ ക്രിസ്റ്റൽ അറേഞ്ച്മെന്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിനെ നോക്കി അതിനെ മിഡിൽ ഒരു പ്ലെയിൻ വെച്ച് അതിനെ ഡിവൈഡ് ചെയ്ത് വിചാരിക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലെഫ്റ്റ് പ്ലെയിനും റൈറ്റ് ഹാൻഡ് സൈഡിൽ ലെഫ്റ്റ് റീജിയനും റൈറ്റ് റീജിയനും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതിന്റെ ഡിവൈഡ് ചെയ്ത ഒരു പ്ലെയിൻ ആണ് അവിടെ വരച്ചിട്ടുള്ളത് റെഡ് കളറിൽ. ഓക്കെ, അതിലൊരു ലൈൻ കാണിക്കുന്നുണ്ട്. അത് ഈ സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ലൈനാണ് കാണിക്കുന്നത്, ബ്ലാക്ക് ലൈൻ. വിത്ത് റെസ്പെക്ട് ടു ആ ലൈനാണ് ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ഡിസ്ലൊക്കേഷനും സ്ലിപ്പ് വഴി തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ പ്ലെയിനിന്റെ ഒരു ഹാഫ് അല്ലെങ്കിൽ ഈ ഒരു റീജിയന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലെ റീജിയന്റെ ആ ബ്ലാക്ക് കളർ ലൈൻ, ആ ഡിസ്ലൊക്കേഷൻ ലൈനിലെ പോയിന്റ് വരെ മാത്രമേ അത് സ്ലിപ്പ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് റെഡ് പ്ലെയിൻ കാണാം. റെഡ് പ്ലെയിൻ വരച്ചു കഴിഞ്ഞാൽ നോക്കിയാൽ റെഡ് പ്ലെയിൻ വിത്ത് റെസ്പെക്ട് ടു ഷിഫ്റ്റഡ് പൊസിഷൻ ആണ് രണ്ടാമത്തെ ഫിഗറിൽ കാണിക്കുന്നത്. എങ്ങനെയാണ് സ്ലിപ്പ് ചെയ്തിട്ടുള്ളത്? സ്ക്യൂ ഡിസ്ലൊക്കേഷനിൽ. അപ്പൊ നമുക്കറിയാം വിത്ത് റെസ്പെക്ട് ടു ദിസ് ബ്ലാക്ക് ലൈൻ അല്ലെ, ഈ ക്രിസ്റ്റല് ഡിസ്ലൊക്കേറ്റ് ചെയ്തു. അങ്ങനെയാണ് അത് ഡിസ്ലൊക്കേറ്റ് ചെയ്തത്. ഇത്രയും പോർഷൻ ഇങ്ങോട്ട് സ്ലിപ്പ് ചെയ്ത് പോയി അല്ലെ താഴേക്ക്. നോക്കിയേ, ഈ ഒരു പ്ലെയിൻ നോക്കി കഴിഞ്ഞാൽ, ആ സ്ലിപ്പ് ഉണ്ടാകുന്ന പ്ലെയിൻ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നമുക്ക് പറയാം എഫ്. അപ്പൊ അത് ഫ്രണ്ട് സൈഡിലാണ് സ്ലിപ്പ് ഉണ്ടായത്, ബാക്ക് സൈഡിൽ സ്ലിപ്പ് ഉണ്ടാവുന്നില്ല. ബാക്ക് സൈഡ് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഡിസ്ലൊക്കേഷൻ ലൈനിന്റെ ബാക്കിലുള്ള ഭാഗമാണ് ആ പ്ലെയിനിന്റെ. ഡിസ്ലൊക്കേഷൻ ലൈനിന്റെ മുമ്പിലുള്ള ആ പ്ലെയിനിന്റെ ഭാഗമാണ് സ്ലിപ്പ് ഉണ്ടായ ഭാഗം. അപ്പൊ സ്ലിപ്പ് ചെയ്തപ്പോൾ അതിന്റെ പൊസിഷൻ അല്ലെങ്കിൽ അതിന്റെ ന്യൂ പൊസിഷൻ ഇതുപോലെ ആയിരിക്കും, സെക്കൻഡ് ഫിഗർ പോലെ ആയിരിക്കും അതിന്റെ ന്യൂ പൊസിഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത് ഒന്നും കൂടി നമുക്ക് ലൈൻ ഡിസ്ലൊക്കേഷൻ തൊട്ട് തുടങ്ങാം. അപ്പൊ ഒന്ന് എല്ലാവരും ഒന്ന് അറ്റൻഡൻസ് എന്ന് പറയണം. ഒരു സെക്കൻഡ്. ആകാശ് കെ എം, അഖിലം,
അഖിലം. അമിത് കെ. Present, sir. അനിരുദ്ധ്. Present, sir. കാർത്തിക്. Present, sir. മുഹമ്മദ്. ലാദിൻ. Present, sir. ഷഹസാദ്. ഷഹസാദ് ഇല്ല. ഷഹസാദ്. മുക്താദിം. Present, sir. ആസഫ്. ആസഫ് ഉണ്ട്. ഓക്കെ. ഫർദീൻ. Present, sir. ഓക്കെ. ഫത്തേ. Present, sir. ഫത്തേ. ഫത്തേ ഉണ്ടോ? ആ And ഓക്കെ ഓക്കെ. സമ. സമ 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 ഇല്ല. റിയാൻ. റിയാൻ. റിയാൻ 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 ഇല്ല. നിഷാഖ്. നിഷാഖ്. നിഷാഖ് ഉണ്ട്. നിവേദ് കുമാർ ഉണ്ട്. Sir. പ്രത്യുഷ്. പ്രത്യുഷ്. സർ ഞാന് പ്രസിഡന്റ് ആണ്. പ്രത്യേകിച്ച് കഴിഞ്ഞിട്ട് രാഹുൽ രാജീവ്. സൗരാഗ് ഇല്ലേ? 18%, 18%. ഓക്കെ ഓക്കെ. 17%. sir, Telvund. സൗരവ് ശ്രീജിത്ത്. സൗരവ് ശ്രീജിത്ത്. ശ്രീരാഗ് വിജയൻ. Present, sir. ഓക്കെ. വിഷ്ണു എത്തി. Present, sir. വിഷ്ണുവൻ. വിഷ്ണുവൻ ഉണ്ട്. അഖിലുണ്ട്. അഖിലമ്മ. Sir, present. അഖിലുണ്ട്. ഓക്കെ. സമ. മുഹമ്മദ് സമ. മുഹമ്മദ് സമ ഇല്ല. ഉണ്ടോ? സമ ഉണ്ടോ? ഓക്കെ ഓക്കെ. മുഹമ്മദ് സിയാൻ. സിയാനോ? സിയാനില്ല. സൗരാഗ് ഇല്ല. പ്രത്യുഷ്. സൗരവ് ശ്രീജിത്ത്. സൗരവ് ശ്രീജിത്ത് ഇല്ല. ഓക്കെ. അപ്പോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. ഓക്കെ. Thank you, sir.